अस्तु सर्वेषां संस्कृतपठनं प्रति स्वागतम्। इदानीं वयं श्रीरामोदन्तस्य पठनं कुर्मः। एकवारं प्रथमतः आरभ्य पारायणं कुर्मः। श्रीरामोदन्तं श्रीपतिं प्रणिपत्याहं श्रीवत्साङ्कितवक्षसं श्रीरामोदन्तमाख्यास्ये श्रीवाल्मीकिप्रकीर्तितं पुरा विस्रवसः पुत्रो रावणो नाम राक्षस आसीदस्यानुजौ चास्तां कुम्भकर्णविभीषणौ ते तु तीव्रेण तपसा प्रत्यक्षीकृत्य वेधसं गौरिरे च वरानिष्टानस्मादाश्രിതവത്സലാൽ. 3 ശ്ലോകങ്ങളാണ് നമ്മൾ പറഞ്ഞതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 4-ാമത്തെ ശ്ലോകം നോക്കാം. രാവണോ മാനുഷാദന്യൈരവധ്യത്വം തഥാത്മനഃ നിർദ്ദേവത്വേച്ഛയാ നിദ്രാം കുംഭകർണോ വൃണീത ച. രാവണോ മാനുഷാദന്യൈരവധ്യത്വം തഥാത്മജഃ നിർദ്ദേവത്വേച്ഛയാ നിദ്രാം കുംഭകർണോ വൃണീത ച. രാവണോ മാനുഷാദന്യൈരവധ്യത്വം തഥാത്മനഃ. ഇതിനകത്ത് തഥാനുജ എന്നാണല്ലോ അല്ലേ? അത് കുഴപ്പമില്ല. എന്തായാലും നമുക്ക് 2 തരത്തിലുള്ള അർത്ഥവും പറയാം. അപ്പോൾ ഒന്ന്, ഞാനൊക്കെ ആദ്യം പഠിച്ചത് രാവണോ മാനുഷാദന്യൈരവധ്യത്വം തഥാത്മന നിർദ്ദേവത്വേച്ഛയാ നിദ്രാം കുംഭകർണോ വൃണീത ച, അങ്ങനെയാണ് പഠിച്ചത്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ളത് തഥാനുജ എന്നാണ്. ആയിക്കോട്ടെ, ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല, കുഴപ്പമില്ല. തന്നെയാ അല്ലേ? ഇതിൻ്റെ അകത്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് പദം മുറിക്കാം. നമുക്ക് ഇതിനനുസരിച്ചുള്ളത് പറയാം. ആദ്യം രാവണോ മാനുഷാദന്യൈരവധ്യത്വം തഥാനുജ നിർദ്ദേവത്വേച്ഛയാ നിദ്രാം കുംഭകർണോ വൃണീത ച. ഇതിനനുസരിച്ച് നമുക്ക് ആദ്യം പറയാം. രാവണ, പദം മുറിക്കുമ്പോൾ രാവണ മാനുഷാത് അന്യൈ അവധ്യത്വം തഥാ അനുജ നിർദ്ദേവത്വേച്ഛയാ നിദ്രാം കുംഭകർണ അവൃണീത ച. അങ്ങനെയാണ് പദങ്ങൾ വരിക. രാവണ മാനുഷാത് അന്യൈ അവധ്യത്വം തഥാ അനുജ നിർദ്ദേവത്വേച്ഛയാ നിദ്രാം കുംഭകർണ അവൃണീത ച. ഈ ശ്ലോകം ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് കഥ അറിയുന്നത് കൊണ്ട് ഏകദേശം ഒരു ധാരണ വരുന്നുണ്ടാകും. അപ്പൊ അതിനനുസരിച്ച് നമ്മളിങ്ങനെ ചിന്തിച്ചു കൊണ്ടുവരികയാണ് വേണ്ടത്. അപ്പൊ ഇവിടെ അവൃണീത എന്നുള്ളതാണ് ക്രിയാപദം. അവൃണീത വേണ്ട, നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. രാവണ, രാവണ എന്നുള്ളത് അകാരാന്തം പുല്ലിംഗം പ്രഥമ ഏകവചനാണ്. രാവണ, രാവണോ രാവണ, ഹേ രാവണ, ഹേ രാവണോ ഹേ രാവണ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള രൂപങ്ങൾ അത് നമ്മൾ പഠിച്ചതാണല്ലോ. പിന്നെയുള്ളത് മാനുഷാത് എന്നുള്ള രൂപമാണ്. അതും മാനുഷ എന്നുള്ള അകാരാന്ത പുല്ലിംഗ രൂപത്തിന്റെ പഞ്ചമിയാണ്. മാനുഷ, മാനുഷവും മാനുഷാ, ഹേ മാനുഷ, ഹേ മാനുഷവും ഹേ മാനുഷാ, മാനുഷം മാനുഷവും മാനുഷാൻ, മാനുഷേ മാനുഷേണ, മാനുഷാഭ്യാം മാനുഷൈ, മാനുഷായ മാനുഷാഭ്യാം മാനുഷേഭ്യ, മാനുഷാത് മാനുഷാഭ്യം, അങ്ങനെ മാനുഷാത് എന്നുള്ളത് അപ്പൊ പഞ്ചമി ഏകവചനായിട്ടാണ് വരിക. മാനുഷാത്. പിന്നെയുള്ളത് അന്യൈ എന്നുള്ള പദമാണ്. അന്യൈ അത് അകാരാന്തം പുല്ലിംഗം
തന്നെയാണ്. അപ്പോൾ അന്യ, അന്യവും, അന്യാ, ഹേ അന്യ, ഹേ അന്യവും, ഹേ അന്യാ, അന്യം, അന്യവും, അന്യാൻ, അന്യേന, അന്യാഭ്യാം, അന്യൈ. അപ്പോൾ തൃതീയ ബഹുവചനാണ് വന്നിട്ടുള്ളത്. അപ്പൊ രാവണ എന്നുള്ളത് അകാരാന്തം പുല്ലിംഗം പ്രഥമ ഏകവചനം, മാനുഷാത് എന്നുള്ളത് അകാരാന്തം പുല്ലിംഗം പഞ്ചമി ഏകവചനം, അന്യൈ എന്നുള്ളത് അകാരാന്തം, അത് സർവനാമ ശബ്ദമാണ്. അകാരാന്തം സർവനാമ ശബ്ദം, തൃതീയ ബഹുവചനം. തൃതീയ ബഹുവചനാണ് അന്യൈ എന്നുള്ളത്. അന്യ ശബ്ദം പുല്ലിംഗമുണ്ട്, സ്ത്രീലിംഗം ഒക്കെ ഉണ്ട്. അന്യം എന്ന് നപുംസകലിംഗവും പറയാൻ പറ്റും. അപ്പൊ അത് പിന്നെ സർവനാമ ശബ്ദത്തിൽ അന്യ, അന്യവും, അന്യ എന്ന് പുല്ലിംഗാവുന്നത് പോലെ അതിന്റെ സ്ത്രീലിംഗം അന്യ, അന്യാ സ്ത്രീ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അവിടെ അന്യ, അന്യേ, അന്യാ എന്ന് സ്ത്രീലിംഗ രൂപമായിട്ടും, അന്യം എന്ന് ഉള്ള തരത്തിൽ അന്യം, അന്യേ, അന്യാനി എന്നുള്ള തരത്തിൽ നപുംസകലിംഗ രൂപം വരും. അതുകൊണ്ടാണ് ഈ അന്യശബ്ദം എന്നുള്ളത് സർവനാമ ശബ്ദമായിട്ട് മാറിയത്. അന്യ, അന്യര് എന്നുള്ള അർത്ഥം തന്നെയാണ്. അപ്പോൾ ഇത് അന്യ എന്നുള്ള പുല്ലിംഗ രൂപം, അതിന്റെ അകാരാന്ത പുല്ലിംഗ രൂപത്തിന്റെ തൃതീയ ബഹുവചനമാണ്. അതുപോലെ പിന്നെ വരുന്നത് അവധ്യത്വം എന്നാണ്. ഇതിൻ്റെ അകത്ത് അവധ്യ എന്നുള്ളത് ഉച്ചാരണം ശരിക്കും അവധ്യ, അവിടെ ധ്യാന്ന് എഴുതിയിട്ടുള്ളൂ. ശരിക്കും എഴുതുമ്പോൾ അത്രയും വരും. ഇത് ശ്ലോകത്തില് ധകാരവും യകാരവും മാത്രമേ വന്നിട്ടുള്ളൂ. ശരിക്കും ധകാരം, ധകാരം, യകാരം അത്രയും വരാറുണ്ട്. അവധ്യ എന്നുള്ളത് പോലെ അങ്ങനെ വരാറുണ്ട്. അവധ്യത്വം, അവധ്യത്വം. അത് കഴിഞ്ഞിട്ട് തഥാ എന്നുള്ളതാണ്. തഥാ എന്ന് പറഞ്ഞാൽ പിന്നെ അവ്യാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, യഥാ തഥാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രൂപം പഠിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് അനുജ എന്നുള്ളതാണ്. അനുജ എന്നുള്ളത് അകാരാന്ത പുല്ലിംഗ പ്രഥമായ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, അനുജ. പിന്നെ നിർദേവത്വേച്ഛയാ, നിർദേവത്വേച്ഛയ, അതിന്റെ അവസാനം ഇച്ഛ എന്നുള്ളതാണ്. അപ്പൊ ഇച്ഛയാ, അപ്പോ ആകാരാന്തം സ്ത്രീലിംഗം ആയിട്ടുള്ള രൂപമാണ്. ആകാരാന്തം സ്ത്രീലിംഗം. അപ്പൊ ഇച്ഛാ, ഇച്ഛേ, ഇച്ഛാ, ഹേ ഇച്ഛേ, ഹേ ഇച്ഛേ, ഹേ ഇച്ഛാ, ഇച്ഛാം, ഇച്ഛേ, ഇച്ഛാ, ഇച്ഛയാ, ഇച്ഛാഭ്യാം, ഇച്ഛാഭി. അങ്ങനെയാണ് ആ രൂപം അങ്ങനെ പോവുക. നമ്മൾ ജായ, ജായേ, ജായ എന്നുള്ള രൂപമൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇച്ഛാ, ഇച്ഛ, ഇച്ഛ. അപ്പൊ അതിന്റെ തൃതീയ ഏകവചനായിട്ടാണ് ഈ രൂപം വന്നിട്ടുള്ളത്. അപ്പൊ ഇച്ഛ എന്നുള്ളതിന്റെ തൃതീയ ഏകവചനാണ് ഇച്ഛയാ. അപ്പൊ നിർദേവത്വേച്ഛയ എന്നുള്ള ഒറ്റപ്പദായതുകൊണ്ട് ഈ നിർദേവത്വേച്ഛയ എന്നുള്ളത് ആകാരാന്തം സ്ത്രീലിംഗം തൃതീയ ഏകവചനം ആയിട്ട് വരും. പിന്നെ നിദ്രാം എന്നുള്ള രൂപമാണ്. അതും നിദ്ര എന്നുള്ള രൂപത്തിന്റെ രൂപമാണ്. അപ്പോൾ ഏതാണ് വിഭക്തി വരിക? നിദ്ര, നിദ്രേ, നിദ്ര, ഹേ നിദ്രേ, ഹേ നിദ്രേ, ഹേ നിദ്ര, നിദ്രാം, നിദ്രേ, നിദ്ര എന്ന് വരും. അപ്പോൾ ദ്വിതീയ ഏകവചനാണ്. ആകാരാന്തം സ്ത്രീലിംഗം ദ്വിതീയ ഏകവചനായിട്ടാണ് വരിക, നിദ്രാം. പിന്നെ ഉള്ളത് കുംഭകർണ. അത് നമുക്കറിയാം, രാവണ എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ അകാരാന്തം പുല്ലിംഗം പ്രഥമ ഏകവചനാണ്. കുംഭകർണ, കുംഭകർണവും, കുംഭകർണ, അങ്ങനെയാണ് രൂപം വരിക. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് അവൃണീത എന്നുള്ള രൂപമാണ്. അവൃണീത, അവൃണീത എന്നുള്ളത് ക്രിയാപദമാണ്. അത് വൃ എന്നുള്ള ധാതുവാണ്. അത് ലങ് ആണ്.
വൃ എന്നുള്ളത് വൃ എന്നുള്ള ധാതു ലങ് ആണ്. ലകാരം അതിന്റെ രൂപം വരിക അവൃണീത, അവൃണതാം, അവൃണന്ത, അവൃണീത, 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 അവൃണാതാം എന്നാണ്. ശരിയാ. അവൃണീത, അവൃണാതാം, അവൃണത, അവൃണീഥ, അവൃണാഥാം, അവൃണീധ്വം, അവൃണി, അവൃണീവഹി, അവൃണീമഹി. ഇങ്ങനെയാണ് രൂപം വരിക. അപ്പൊ ലങ് വൃ എന്നുള്ള ധാതുവിന്റെ ലങ്ങായിട്ടുള്ള രൂപമാണ് അവൃണീത, അവൃണാതാം, അവൃണത, അവൃണീഥ, അവൃണാഥാം, അവൃണീധ്വം, അവൃണി, അവൃണീവഹി, അവൃണീമഹി. അങ്ങനെ ഒരു രൂപമുണ്ട്. ആത്മനേപതിയാണ്. അതെ അതെ, ആത്മനേപതിയാണ്. ആത്മനേപതിയാണ്. വൃധാതു ലങ് ആത്മനേപതി ആണ്. ശരിയാണ്. പിന്നെ കുംഭകർണ, അവൃണീത കഴിഞ്ഞിട്ട് പിന്നെ ച എന്നുള്ള പദമാണ്. ച ച ച എന്നുള്ളത് അവ്യം. അപ്പൊ നമുക്ക് അതിന്റെ പദങ്ങളും അതിന്റെ വിഭക്തികളും മനസ്സിലായി കഴിഞ്ഞു. ഇനി അതിനെ അതിന്റെ അന്വയം കണ്ടെത്തുകയാണ് വേണ്ടത്. അപ്പൊ അതിനാണ് നമുക്ക് ആ ക്രിയാപദവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കുക. അപ്പോൾ ആദ്യം ക്രിയാപദം കിട്ടി, അവൃണീത എന്നുള്ളതാണ്. അവൃണീത എന്നുള്ള വാക്കിന്റെ അർത്ഥം വരിക്കുക എന്നുള്ളതാണ്. വരിക്കുക, നേടുക എന്നൊക്കെയുള്ള അർത്ഥമാണ് വരിക. അവൃണീത എന്നുള്ളത് നേടി എന്നർത്ഥം. ഇത് ലങ് ആയതുകൊണ്ട് ഭൂതേ ലങ് ലുങ് യടസ്തഥ ഭൂതകാലാർത്ഥത്തിൽ ആണ് ലങ് വരിക. അപ്പൊ നേടി എന്നുള്ള അർത്ഥം ഇവിടെ വരും. നേടി. ഇനി ഓരോരോ ചോദ്യങ്ങളാണ്. ആര് നേടി? അത് തുടക്കം മുതൽ എടുക്കുക. ഇപ്പൊ രാവണ അവൃണീത, രാവണ അവൃണീത. രാവണ കിം അവൃണീത, കിം അവൃണീത എന്തിനെയാണ് നേടിയത്? അവധ്യത്വം അവൃണീത, അവധ്യത്വം. രാവണ അവധ്യത്വം അവൃണീത. രാവണൻ അവധ്യത്വത്തെ നേടി. കസ്മാത് അവധ്യത്വം, ആരിൽ നിന്ന് ഉള്ള അവധ്യത്വമാണ് നേടിയത്? അവധ്യത്വം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? വധ്യത്വം. വധ്യൻ എന്ന് പറഞ്ഞാൽ വധിക്കപ്പെടേണ്ട എന്നുള്ള അർത്ഥമാണ്. വധിക്കപ്പെടേണ്ട ആൾ, അതാണ് വധ്യൻ. ഇപ്പൊ അവധ്യൻ എന്നുള്ള ആ ഒരു ആ ആളുടെ ഭാവം, അതാണ് വധ്യത്വം. വധ്യത്വം, വധ്യസ്ത്യ ഭാവ, വധ്യത്വം. ഭാവം എന്ന് പറഞ്ഞാൽ ആ ആളുടെ ആ സമയത്തുള്ള ഭാവം എന്നുള്ള അർത്ഥത്തിലല്ല, ആ വധ്യസ്യ ഭാവ, വധ്യത്വം. അപ്പൊ വധിക്കപ്പെടേണ്ട ആളുടെ അവസ്ഥ എന്നൊക്കെ പറയാം. ന അവധ്യത്വം, ന വധ്യത്വമാണ് അവധ്യത്വം. അപ്പൊ വധിക്കപ്പെടേണ്ടാത്ത അവസ്ഥ. മറ്റേത് വധിക്കപ്പെടേണ്ടുന്ന അവസ്ഥ. അപ്പൊ വധിക്കപ്പെടുക. അപ്പൊ കസ്മാത് അവധ്യത്വം, ആരിൽ നിന്ന് കൊല്ലപ്പെടരുത്? കൊല്ലപ്പെടേണ്ട അവസ്ഥ, കൊല്ലപ്പെടേണ്ടാത്ത അവസ്ഥ. അപ്പൊ വധ്യത്വം എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെടേണ്ടുന്നതായ അവസ്ഥ. അവധ്യത്വം എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെടരുത് എന്നുള്ള അവസ്ഥ. അതിനെയാണ് രാവണ അവൃണീത, രാവണൻ നേടിയത്. അപ്പൊ രാവണൻ കൊല്ലപ്പെടേണ്ട എന്നുള്ള അവസ്ഥയെ നേടി, ആ വരം നേടി എന്നർത്ഥം. ആരിൽ നിന്ന്? അപ്പൊ പഞ്ചമിയാണ്. പഞ്ചമിയായിട്ടുള്ള രൂപം ഏതാ നോക്കാം. ഇപ്പൊ മാനുഷാദ് എന്നുള്ള രൂപമാണ്. അത് മാത്രമാണ് പഞ്ചമിയിൽ ഉള്ളത്.
അപ്പം മാനുഷാത് അവധ്യത്വം ആണോ? അല്ല, അന്യൈ അവധ്യത്വമാണ്. മാനുഷനിൽ നിന്ന്, ആരിൽ നിന്ന്? മാനുഷാത്. മാനുഷാത് അവധ്യത്വമാണോ നേടിയത്? അല്ല, അന്യൈ അവധ്യത്വം. അപ്പൊ മാനുഷാത് അന്യൈ, മാനുഷന്മാരിൽ നിന്ന്, അല്ല മാനുഷനിൽ നിന്ന് അന്യന്മാരാൽ. അപ്പൊ മാനുഷനിൽ നിന്ന് അന്യന്മാരാൽ അവധ്യത്വം എന്ന് പറയുമ്പോൾ മാനുഷനിൽ നിന്ന് അവധ്യത്വം അല്ല നേടിയത്, മാനുഷാത് അന്യന്മാരിൽ നിന്നും അവധ്യത്വം ആണ് നേടിയത്. അപ്പം മാനുഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ തന്നെയാണ്. മനുഷ്യന്റെ തന്നെ വേറൊരു പദമാണ് മാനുഷൻ എന്നുള്ളത്. ആ മാനുഷനിൽ നിന്ന് അന്യന്മാരായിട്ടുള്ള എന്ന് പറയുമ്പോൾ മനുഷ്യനല്ലാത്ത എന്നർത്ഥം. അതാണ് മാനുഷന്മാരിൽ നിന്ന് അന്യന്മാർ എന്ന് പറഞ്ഞാൽ. മനുഷ്യന്മാരിൽ നിന്ന് അന്യന്മാർ എന്ന് പറഞ്ഞാൽ മനുഷ്യനല്ലാത്ത ആൾക്കാർ. ഇപ്പൊ മനുഷ്യനല്ലാത്ത പഞ്ചമിയാണോ? അന്യ എന്നുള്ളത് പഞ്ചമിയാണോ? അല്ല, തൃതീയ ബഹുവചനാണ്. തൃതീയ ബഹുവചനാണ് അന്യ. അന്യവും അന്യ എന്നുള്ളതിന്റെ തൃതീയ ബഹുവചനമാണ് അന്യൈ. അപ്പൊ അന്യന്മാരാൽ എന്നുള്ള അർത്ഥം വരിക. മാനുഷനിൽ നിന്ന് അന്യന്മാരാൽ ഉള്ള അവധ്യത്വം, കൈ അവധ്യത്വം എന്നാണ് ചോദ്യം വരിക. അപ്പൊ മാനുഷാത് അന്യൈ, ഇപ്പൊ മാനുഷനിൽ നിന്ന് അന്യന്മാരായിട്ടുള്ളവരാൽ ഉള്ള അവധ്യത്വം. ഇപ്പൊ മനുഷ്യന്മാർക്ക് മാത്രമേ കൊല്ലാൻ പറ്റൂ. അതാണ് മനുഷ്യന്മാരല്ലാത്തവരാൽ കൊല്ലപ്പെടരുത് എന്നുള്ള വരത്തിനെയാണ് നേടിയത്. അതാണ് ഇതിന്റെ ഈ സംസ്കൃതത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഇങ്ങനെയൊക്കെ ചെറിയ പദങ്ങളെ കൊണ്ട് വലിയ വലിയ അർത്ഥങ്ങളൊക്കെ കിട്ടും. ഇപ്പൊ മാനുഷാത് അന്യൈ അവധ്യത്വം അവൃണീത. ഇനി ഈ അവൃണീത എന്നുള്ളത് പൊതുവായിട്ടാണ്, ഇപ്പൊ രാവണന് മാത്രമല്ല വരിക. അപ്പോ പുനഃ ക അവൃണീത, പിന്നെ ആരാണ് നേടിയത് എന്നുള്ള ചോദ്യമാണ്. പുനഃ ക അവൃണീത, പിന്നെ ആരാണ് നേടിയത്, പിന്നെ ആരാണ് വരം വാങ്ങിയത്? അപ്പൊ കുംഭകർണ അവൃണീത, കുംഭകർണനും നേടി. കുംഭകർണ ച അവൃണീത എന്നാവാം, അല്ലെങ്കിൽ കുംഭകർണ അവൃണീത ച എന്നും ആവാം. കുംഭകർണൻ നേടുകയും ചെയ്തു എന്നാവാം. അപ്പോ ക കുംഭകർണ, ഏത് കുംഭകർണൻ? അപ്പോ ഏതൊക്കെ കുംഭകർണനെ അറിയാം എന്നുള്ള ചോദ്യമല്ല, അതിൻ്റെ അകത്ത് തന്നെ ഉത്തരമുണ്ട്. അനുജ കുംഭകർണ. ഇപ്പൊ രാവണന്റെ കാര്യം ഇപ്പൊ പറഞ്ഞു. അപ്പൊ അനുജ കുംഭകർണ, അനുജനായിട്ടുള്ള കുംഭകർണൻ. കുംഭകർണൻ എന്ന് പറഞ്ഞാൽ ഒരാളല്ല കേട്ടോ, വേറെ ഉണ്ട്. അതുകൊണ്ടാണ് അനുജ കുംഭകർണ, അനുജനായിട്ടുള്ള കുംഭകർണ അവൃണീത. ഇനി അതിനനുസരിച്ച് ചോദ്യം ചോദിക്കണമല്ലോ. ഇതിൻ്റെ അകത്തുള്ള പദത്തിനനുസരിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ അനുജ കുംഭകർണ കാം അവൃണീത, എന്തിനെ നേടി? കാം അവൃണീത. അപ്പൊ അതിലുത്തരം കാം എന്നുള്ളത് സ്ത്രീലിംഗമാണ്, ദ്വിതീയ ഏകവചനാണ്. അപ്പൊ അതേ ദ്വിതീയ ഏകവചനം തന്നെ ഉത്തരം കിട്ടണം. അപ്പൊ നിദ്രാം എന്നുള്ളതാണ് ഇവിടെ കിട്ടുക. തഥാ അനുജ കുംഭകർണ നിദ്രാം അവൃണീത ച. അപ്പൊ അനുജനായിട്ടുള്ള കുംഭകർണൻ നിദ്രയെ നേടുകയും ചെയ്തു. നിദ്രയെ നേടി, നിദ്രയാണ് വരമായിട്ട് കിട്ടിയത് കുംഭകർണന്. പിന്നെ കയാ, കയാ എന്നുള്ളൊരു ചോദ്യം. കയാ എന്ന് പറഞ്ഞാല് പലതരത്തിലാവാം. പിന്നെ അതിന് കുറെ അർത്ഥങ്ങളുണ്ട്. കയാ എന്ന് പറയുമ്പോൾ തൃതീയ ഏകവചനാണ്. അപ്പോ തൃതീയ ഹേതുവായിക്കൊണ്ട് ആൽ, ഓട്, കൂടെ ഇതൊക്കെ ഉണ്ടല്ലോ. എന്ത് ഹേതുവായിട്ട് എന്നോ അങ്ങനെ എന്ത് വേണേ ആവാം. ഏതായാലും കയാ നിദ്ര പറഞ്ഞത് എന്ത് കാരണമായിട്ടാണ് നിദ്രയെ നേടിയത്? അപ്പൊ ഇച്ഛയാ, ഇച്ഛ കൊണ്ടാണ്, ഇച്ഛയോട് കൂടിയിട്ട് നേടി, ഇച്ഛയോട് കൂടിയിട്ട് നേടി എന്ന് പറയാം. ഏതിന്റെ
ഇച്ഛ നിർദേവത്വേച്ഛയാ, നിർദേവത്വ ഇച്ഛയാ, ദേവത്വം നിർദേവത്വം, ദേവത്വ ഇച്ഛ, ദേവത്വത്തിന്റെ ഇച്ഛയാണ് ദേവത്വേച്ഛ, അതിന്റെ നിർഗതമായിരിക്കുന്ന അവസ്ഥയാണ് നിർദേവത്വേച്ഛ. അപ്പൊ ദേവത്വം എന്ന് പറയുമ്പോൾ ദേവന്മാരുടെ ഭാവം, ദേവന്മാരുടെ ഭവം എന്നോ ഭാവം എന്നൊക്കെ പറയാം, ദേവന്മാരുടെ ഉള്ള അവസ്ഥ എന്നാണ്, അതാണ് നിർദേവത്വം. ദേവത്വം ദേവന്മാര് ഉള്ളതായിരിക്കുന്ന അവസ്ഥ. അപ്പൊ ഇത് നിർദേവത്വമായി കഴിഞ്ഞാൽ ദേവന്മാര് ഇല്ലാത്ത അവസ്ഥ, നിർദേവത്വ. അതിന്റെ ഇച്ഛ, ദേവന്മാര് ഇല്ലാത്ത, ദേവന്മാരുടെ ഇല്ലായ്മ ഉണ്ടാവണം, ദേവന്മാരുണ്ടാവരുത് എന്നാണ് പൊതുവെ അർത്ഥം. ദേവന്മാര് ഉണ്ടാവരുത് എന്നുള്ള ഇച്ഛയാ, എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട് കുംഭകർണ നിദ്രാം അവർണീതച. അപ്പൊ കുംഭകർണൻ ആഗ്രഹിച്ചത് എന്താണ്? നിർദേവത്വമാണ് ആഗ്രഹിച്ചത്. നിർദേവത്വം, ദേവന്മാര് ഉണ്ടാവരുത്. ദേവന്മാരാണ് അസുരന്മാരുടെ ശത്രുക്കൾ, അതുകൊണ്ട് ദേവന്മാര് ഉണ്ടാവരുത്. അപ്പോൾ ദേവന്മാര് ഉണ്ടാവരുത് എന്നുള്ള ഒരു വരം വാങ്ങാനാണ് ഇച്ഛ ഉണ്ടായിരുന്നത്, ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷേ വാക്ക് ഒന്ന് പഴച്ചു. എന്നിട്ട് നിദ്രാം അവർണീത. അപ്പൊ അത് സരസ്വതി അങ്ങനെ നാവിൽ കയറി തെറ്റിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും നിർദേവത്വം ആഗ്രഹിച്ചിട്ട് നിദ്രാവത്വം നേടി എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് നിദ്രാവത്വം കിട്ടിയത്. അത് പലതരത്തില്, 2 തരത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. 6 മാസം തുടർച്ചയായിട്ട് ഉറങ്ങും, അത് കഴിഞ്ഞാൽ 6 മാസം ഉണർന്നും കൊണ്ടു, അങ്ങനെ ഒന്ന് കേട്ടു. പിന്നെ വേറൊന്ന് കേട്ടിട്ടുണ്ട്, 6 മാസം തുടർച്ചയായിട്ട് ഉറങ്ങും, അത് കഴിഞ്ഞ് എഴുന്നേറ്റ് പിന്നെ അവനവൻ്റെ ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെയും 6 മാസം തുടർച്ചയായിട്ട് ഉറങ്ങും. അങ്ങനെ ഒരവസ്ഥയാണെന്നും കേട്ടിട്ടുണ്ട്. അതെന്തോ ആയിക്കോട്ടെ, ഏത് തരത്തിലായാലും കുഴപ്പമില്ല. ഏതായാലും ഇവിടെ കുംഭകർണന് നിർദേവത്വത്തെ ആഗ്രഹിച്ചിട്ട് നിദ്രയെയാണ് ലഭിച്ചത് എന്ന് പറയാണ്. അപ്പൊ രാവണ മാനുഷാദ് അന്യൈ, രാവണ മാനുഷാദ് അന്യൈ അവധ്യത്വം അവർണീത തഥാ അനുജ കുംഭകർണ നിർദേവത്വേച്ഛയാ നിദ്രാം ച അവർണീത, അല്ലെങ്കിൽ നിദ്രാം അവർണീത ച. ഇതാണ് അതിന്റെ അന്വയം വരിക. ഇനിയിപ്പോ ഞാൻ നേരത്തെ ഞാൻ പഠിച്ച അതിനനുസരിച്ച് എന്ന് പറഞ്ഞു, ആത്മന എന്നാണ് എന്ന് പറഞ്ഞു. ഇപ്പൊ രാവണമോ മാനുഷാദന്യൈരവധ്യത്വം തഥാത്മന എന്നാണ് എന്ന് പറഞ്ഞു. ഈ ആത്മന എന്നായാൽ എങ്ങനെയാണ് ശരിയാവുക? അവിടെ ഈ ആത്മന എന്നുള്ളത് രാവണന് ഉള്ള, രാവണന്റെ അവിടേക്കാ പോവുക. ആത്മന എന്നുള്ളത് ആത്മാ ആത്മാനവും ആത്മാന എന്നുള്ള നകാരാന്തമായിട്ടുള്ള രൂപമാണ്. അതിൻ്റെ ഷഷ്ഠി ഏകവചനമാണ്, തൻ്റെ എന്നുള്ള അർത്ഥമാണ്, അവനവൻ്റെ എന്നുള്ള അർത്ഥം. അപ്പൊ ഇവിടെ രാവണ മാനുഷാദ് അന്യൈ ആത്മന അവധ്യത്വം അവർണീത എന്നാണ്. തൻ്റെ മരണത്തെ, തൻ്റെ അവധ്യത്വത്തെ, തൻ്റെ അവധ്യത്വം, തൻ്റെ മരണമില്ലാത്ത അവസ്ഥയെ, ദേവന്മാരല്ലാത്ത ആൾക്കാരിൽ നിന്ന് തനിക്ക് മരണം ഉണ്ടാവരുത് എന്നുള്ള ഒരു വരത്തെ, എന്നുള്ള അവനവന് മരണം ഉണ്ടാവരുത് എന്നുള്ള ഒരു വരത്തെയാണ് രാവണൻ നേടിയത്. അതാണ് അവിടെ അനുജ എന്നുള്ളതിന്റെ സ്ഥാനത്ത് ആത്മന എന്നാവും. അങ്ങനെയാണെങ്കിൽ ആത്മന അവധ്യത്വം, തൻ്റെ അവധ്യത്വത്തെ അവർണീത. പിന്നെ അനുജ എന്നുള്ളത് പിന്നെ വരില്ല. ഇപ്പൊ കുംഭകർണ എന്നേ വരുള്ളൂ. കുംഭകർണ നിർദേവത്വേച്ഛയ നിദ്രാം അവർണീത ച, നിദ്രാം ച അവർണീത, ഇങ്ങനെ 2 തരത്തിലും പറയാൻ സാധിക്കും. അപ്പൊ ഇവിടെ രാവണ എന്നുള്ളത് രാവണൻ എന്നുള്ള അർത്ഥം, മാനുഷാദ് എന്നുള്ളത് മനുഷ്യൻ എന്നുള്ള അതേ അർത്ഥത്തിൽ തന്നെയാണ്. അന്യൈ എന്നുള്ളത് പിന്നെ
ഈ മാനുഷൻ എന്ന് പറഞ്ഞാല് മനുഷ്യൻ എന്നൊക്കെ പറയുന്നത് മനുവായിട്ട് ബന്ധപ്പെട്ട് ഉള്ളതാണ് മനുഷ്യൻ. മനു എന്നുള്ള ശബ്ദം, മനുവിന്റെ പിൻതലമുറക്കാര് എന്നൊക്കെ, അതാണ് മനു. മാനവൻ, മനുജൻ, മനുഷ്യൻ, മാനുഷൻ എന്നൊക്കെ പറയുന്നത് ആ മനുവായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. ഈ മാനവൻ ഒക്കെ അത് മനുവായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ആ രൂപം വരുന്നത്. തഥാ ആത്മന മാനുഷാത് അന്യൈ, പിന്നെ അന്യൈ അന്യന്മാരാൽ. അവധ്യത്വം എന്ന് പറയുമ്പോൾ ഈ അതിനെ വിഗ്രഹിക്കുന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ വധ്യസ്യ വധം അർഹതി ഇതി വധ്യ, വധം അതിന് യോഗ്യമായിട്ടുള്ള ആള് ആണ് വധ്യൻ. ആ വധ്യസ്യ ഭാവ വധ്യത്വം, ആ വധ്യനായിട്ടുള്ള ആളുടെ ഭാവമാണ് വധ്യത്വം. ന അവധ്യത്വം വധ്യത്വം അവധ്യത്വം. അതായത് വധ്യസ്യ ഭാവ വധ്യത്വം, വധം അർഹതി ഇതി വധ്യ. വധം ആഗ്രഹിക്കില്ലല്ലോ ആരും. വധത്തിന് യോഗ്യമായിട്ടുള്ള ആളാണ് വധ്യൻ. ആ വധ്യസ്യ ഭാവ, അതാണ് വധ്യത്വം. ന വധ്യത്വം അവധ്യത്വം. അങ്ങനെയാണ് അതിൻ്റെ വിഗ്രഹിക്കുക വരിക. പിന്നെ തഥാ അനുജ അല്ലെങ്കിൽ ആത്മന. പിന്നെ നിർദേവത്വേച്ഛയാ എന്നുള്ളതും ഇതേപോലെ തന്നെ ആക്കാൻ പറ്റും. ഇച്ഛയാ, ദേവത്വേച്ഛയാ, നിർദേവത്വേച്ഛയാ. നിർഗത ദേവ, അതാണ് നിർദേവ. അപ്പൊ നിർദേവസ്യ ഭാവ നിർദേവത്വം. അപ്പൊ നിർഗതം ദേവ, ദേവന്മാര് നിർഗതമായിരിക്കുന്ന അവസ്ഥ, അതാണ് നിർദേവ. നിർഗതം എന്ന് പറഞ്ഞാൽ പോയ, ദേവന്മാര് പോയ അവസ്ഥ, ഇല്ലാത്ത അവസ്ഥ, അതാണ് നിർദേവ. ആ നിർദേവസ്യ ഭാവമാണ് നിർദേവത്വം. ആ നിർദേവത്വസ്യ ഇച്ഛയാണ് നിർദേവത്വേച്ഛ. തയാ നിർദേവത്വേച്ഛയാ എന്നാ വരിക. അപ്പൊ അങ്ങനെയാണ് നിർദേവത്വേച്ഛയാ എന്നുള്ളതിന്റെ വിഗ്രഹം വരിക. പിന്നെ നിദ്രാം കുംഭകർണ അവൃണീത ച. അതിൽ കൂടുതലായിട്ട് പറയാൻ എന്തുണ്ടോ? ഹരിയേട്ടാ, ഇതില് ഈ വൃണീത എന്ന് ഒറ്റ ക്രിയല്ലേ ഉള്ളൂ? അവൃണീത എന്നുള്ള ഒരു ക്രിയല്ലോ. അവൃണീത, അത് നമ്മള് ഇതിപ്പോ അങ്ങനെ ആകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൂടെ? കുംഭകർണൻ അവധ്യത്വം മാനുഷാ തന്നെ വരിച്ചു എന്നും പറഞ്ഞൂടെ? എങ്ങനെ അന്വയിക്കുമ്പോഴേ കുംഭകർണൻ ഇവരുടെ വരങ്ങൾ അങ്ങോട്ടും കൂടെ മാറ്റിയും ഇതിൽ പറയാൻ പറ്റില്ലേ? അത് പിന്നെ അടുപ്പിച്ച് വരുന്നതൊക്കെ ഒന്നിലേക്കാണ് ഘടിപ്പിക്കുക. അപ്പൊ രാവണന്റെ പേര് പറഞ്ഞിട്ട് അതുമായിട്ട് പരമാവധി അടുത്തുള്ളത് യോജിക്കുന്നതൊക്കെ രാവണന്റെ ഇതിലേക്ക് കൊടുക്കണം. പിന്നെ കുംഭകർണനുമായിട്ട് അടുപ്പിച്ച് വരുന്നതൊക്കെ കുംഭകർണനും കൊടുക്കുക. അങ്ങനെയാണ് സാമാന്യമായിട്ടുള്ള നിയമം വരിക. ശരി. ഹരിയേട്ടാ, ഇതിലിപ്പോ ഈ നിദ്ര എന്ന് വരുന്നുണ്ടല്ലോ, അത് ക്രിയയായിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ? ഇല്ല, നിദ്ര എന്നുള്ളത് നാമപദമാണ്. അത് കാരണമാണ്. അല്ല, അത് ഉറങ്ങുക എന്ന് പറഞ്ഞിട്ട് എടുക്കാൻ പറ്റില്ല അല്ലെ? ഇല്ല, അത് നിദ്രാദി എന്നൊക്കെ പറഞ്ഞിട്ട് വരണം. ഇത് നാമപദം തന്നെയാണ്. ഉറക്കം എന്നുള്ള അർത്ഥം. ആയിക്കോട്ടെ, ശരി. ഉറക്കം എന്ന് പറയുമ്പോൾ നാമരൂപമാണല്ലോ. നിർദേവത്വം എന്നുള്ളതിന് രണ്ട് ദ വേണ്ടതല്ലേ? നിർദേവത്വം രണ്ട് ദേവം വേണം. നിർദ്ദേ ദകാരം രണ്ട് വേണം. നമുക്ക് തന്നിരിക്കുന്നതിലെ ഒരു ദായെ കാണുന്നുള്ളൂ. അതെ, ശരിയാണ്. ഇപ്പൊ നിഷ്ക്രാന്ത ദേവേഭ്യ നിർദേവ. സംസ്കൃതത്തിൽ
സംസ്കൃതത്തിലാകുമ്പോ രണ്ട് ഒരു ദാ തന്നെയാണ്. കുഴപ്പമില്ല പറയാറുണ്ട്. എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയാറുണ്ട്. എഴുതാറുണ്ട് ചിലര്. അധികം നിർദേവത്വത്തിനൊക്കെ ദാ തന്നെയാണ്. അല്ല, നിർദേവത്വത്തിനൊക്കെ ഒരു ദാ തന്നെ മതി. എന്നല്ലേ പറഞ്ഞേ? ആ, കുഴപ്പമില്ല, തെറ്റില്ല. പക്ഷെ മലയാളത്തിൽ എഴുതുമ്പോ ദ എന്ന് ചേർത്തിട്ട് കാണാറുണ്ട്. ഇങ്ങനെ ഒന്നായാൽ പോരായ്കയില്ല. കാരണം എന്ന് വരുന്ന സമയത്ത് തന്നെ ആ ദകാരത്തിന് ഒരു ശക്തി സ്വാഭാവികമായിട്ട് വരും. അതുകൊണ്ട് രണ്ട് ചേർത്തിട്ടില്ലെങ്കിലും ആ ഒരു ഫലം കിട്ടും. കുംഭകർണൻ ദേവന്മാരില്ലാത്ത അവസ്ഥയെയാണോ പിന്നെ പരമായിട്ട് ചോദിക്കാൻ വിചാരിച്ചത്? നിർദേവത്വത്തിന്റെ ഇച്ഛ, ആ ഇച്ഛയോട് കൂടിയിട്ട് ശ്രമിച്ചു എങ്കിലും അത് കിട്ടിയില്ല. നിദ്രാം ആണ് അവർണീത. നിദ്രയെയാണ് ലഭിച്ചത്. രാവണോ മാനുഷാദന്യൈരവധ്യത്വം തഥാത്മന നിർദേവത്വേച്ഛയാ നിദ്രാം കുംഭകർണോ വണീതിജ. രാവണോ മാനുഷാദന്യൈരവധ്യത്വം തഥാനുജ നിർദേവത്വേച്ഛയാ നിദ്രാം കുംഭകർണോ വണീതിജ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ശ്ലോകം പറഞ്ഞിട്ടില്ല, അതൊന്ന് പിന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് അത് നോക്കായിരുന്നു. അതൊന്ന് പ്രസന്റ് ചെയ്താൽ അതിന്റെ അർത്ഥം പറയായിരുന്നു. ഏത് ശ്ലോകമാണ്? സുരേന്ദ്രേട്ടൻ എനിക്ക് ഇട്ട് തന്നില്ലേ? അത് തന്നെ, പതിപ്രവരതേ ജ്യേഷ്ഠ. അതൊന്ന് പ്രസന്റ് ചെയ്ത് ഞാൻ ഇത് പിൻവലിക്കാം. ഇത് വേറെ ആരോ ഒരാളും കൂടി ചോദിച്ചിരുന്നു. എനിക്ക് ഇതേ ശ്ലോകം ഇട്ടിട്ട് ചോദിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അത് ആ ആള് ഇതിലുണ്ടോയെന്ന് എനിക്കറിയില്ല. ഏതായാലും ഉത്തരം കിട്ടുമല്ലോ, നോക്കാം. ഇത് എനിക്കറിയില്ല ആരാണ്, ഞാൻ പേര് നോക്കിയില്ല. അപ്പൊ ഇവിടെ പതിപ്രവരതേ ജ്യേഷ്ഠേ പതിദേവരതാനുജേ ഇതരേഷു ച പാഞ്ചാല്യാ ത്രിദയം ത്രിദയം ത്രിഷു. ഇതാണ് ശ്ലോകം. അതിൽ ത്രിദയം ത്രിദയം ത്രിഷു എന്നുള്ളത് സമസ്യ കൊടുത്തപ്പോൾ ഊഹിപ്പിച്ചതാണ്. അപ്പോൾ ഓരോരോ കഴിവുകൾ ആണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഈ ത്രിദയം ത്രിദയം ത്രിഷു എന്നുള്ള വാക്കിന്റെ അർത്ഥം മാത്രം അതെന്ന് പറയാം. എന്നിട്ട് അത് ഇങ്ങനെ ആക്കി കൊണ്ടുവന്നതിൻ്റെ അത് മനസ്സിലാകുമ്പോഴാണ് എങ്ങനെയാണ് ഇത് ആക്കിക്കൊണ്ടുവന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുക. ഇപ്പൊ ത്രിഷു എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ത്രിഷു ത്രയ ത്രീം ത്രിഭി ത്രിഭ്യ ത്രിഭ്യ ത്രയാണാം ത്രിഷു. മൂന്നിൽ എന്നുള്ള അർത്ഥം. മൂന്നിൽ എന്നുള്ള അർത്ഥമാണ് കിട്ടുക. അപ്പൊ ത്രിദയം ത്രിദയം മൂന്നും എന്നർത്ഥം. മുമ്മൂന്ന് എന്നർത്ഥം. ത്രിഷു ത്രിദയം ത്രിദയം എന്ന് പറയുമ്പോൾ മൂന്നിൽ മുമ്മൂന്ന് എന്ന് കിട്ടും. അതായത് മൂന്നിൽ മൂന്ന് വീതം എന്ന് കിട്ടും. മൂന്നിൽ മൂന്ന് വീതം, ഇതാണ് ത്രിദയം ത്രിദയം ത്രിഷു എന്നുള്ളതിൻ്റെ അർത്ഥം. അപ്പൊ അത് അവസാനമായിട്ട് വരുന്ന ഒരു ശ്ലോകമാണ് ഉണ്ടാക്കേണ്ടത്. അത് കിട്ടി. പിന്നെ ബാക്കി
3 വരി പൂരിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പൊ നമുക്ക് കിട്ടിയാൽ നമ്മൾ എന്തൊക്കെ ഇത് 3ൽ 3 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് എഴുതുക? ആയിക്കോട്ടെ. അപ്പൊ അത് ഇവിടെ എങ്ങനെയാണ് വന്നതെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ ഇവിടെ ആർക്കാണ് ത്രിതയം ത്രിതയം ത്രിഷു? അപ്പൊ പാഞ്ചാലിക്കാണ്. പാഞ്ചാല്യ ത്രിതയം ത്രിതയം ത്രിഷു. പാഞ്ചാലിക്ക് ഈ പറഞ്ഞ പോലെ 3ൽ 3 വീതം എന്നാ കിട്ടുക. അപ്പൊ അതെങ്ങനെയാണ് വന്നത്? അതിന്റെ ബാക്കിയുള്ളതും കൂടി ഓരോന്നോരോന്നായിട്ട് നോക്കിയാൽ അതിന്റെ ഉത്തരം കിട്ടും. പതിപ്രവരതേ ജ്യേഷ്ഠേ. പാഞ്ചാലിക്ക് 5 ഭർത്താക്കന്മാരാണ് ഉള്ളത്. അതില് ഏറ്റവും ജ്യേഷ്ഠനായിട്ടുള്ള ആള് ആരാണ്? യുധിഷ്ഠിരനാണ്. ആ യുധിഷ്ഠിരൻ, അതാണ് ജ്യേഷ്ഠ. ആ പാണ്ഡവരിൽ ജ്യേഷ്ഠനായിട്ടുള്ള ആള്. ആ ആളിൽ പാഞ്ചാലിക്ക് പതിപ്രവരതേ സ്ത. ആ യുധിഷ്ഠിരനിൽ പാഞ്ചാലിക്കുള്ള ബന്ധം എന്താണ്? പതിപ്രവരതേ ബന്ധം. പതിബന്ധവുമുണ്ട്, പ്രവര ബന്ധവുമുണ്ട്. പതിബന്ധവുമുണ്ട്, പ്രവരബന്ധവുമുണ്ട്. അതായത് ജ്യേഷ്ഠനായിട്ടുള്ള യുധിഷ്ഠിരൻ പാഞ്ചാലിയുടെ ഭർത്താവും ആണ്, പാഞ്ചാലിയുടെ ഭർത്താവിന്റെ ജ്യേഷ്ഠനുമാണ്. കാരണം 5 പേരുടെയും കൂടി പത്നിയാണല്ലോ. ഇപ്പൊ ഭീമന്റെ ആയാലും ഭീമൻ ഭർത്താവാണ്, ഭീമന്റെ അപ്പൊ ഭർത്താവിന്റെ ഏട്ടനായി. അർജുനൻ ഭർത്താവാണ്, അർജുനന്റെ ഏട്ടനായി. അപ്പോ പാഞ്ചാലിയുടെ ഭർത്താവുമാണ്, പാഞ്ചാലിയുടെ ഭർത്താവിന്റെ ജ്യേഷ്ഠനുമാണ് യുധിഷ്ഠിരൻ. അതാണ് ജ്യേഷ്ഠേ പതിപ്രവരതേ. 2 തരത്തിലാണ് വരിക. പതിബന്ധവുമുണ്ട്, പ്രവര ബന്ധവും വരുന്നുണ്ട്. പ്രവരൻ എന്ന് പറഞ്ഞാൽ, പ്രവരത എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ ജ്യേഷ്ഠന്റെ സ്ഥാനമാണ് പ്രവരൻ. ഇനി അനുജൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇളയാള്. അനുജേ, സഹദേവനാണ് അനുജനായിട്ട് വരിക. അപ്പോ സഹദേവനുമായിട്ട് എങ്ങനെയാണ് പാഞ്ചാലിക്ക് ബന്ധം വരിക? പതിദേവരതാനുജേ. സഹദേവനുമായിട്ടുള്ള ബന്ധം പതിബന്ധമുണ്ട്. ഭർത്താവാണ്, ദേവരനും ആണ്. ദേവരൻ എന്ന് പറഞ്ഞാല് ഭർത്താവിന്റെ അനുജനെയാണ് ദേവരൻ എന്ന് പറയാം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താന്ന് വെച്ചാല് ഈ ചില പദങ്ങളും കൂടി നമുക്ക് മനസ്സിലാവും ഈ ശ്ലോകം കിട്ടുമ്പോൾ. പ്രവരൻ എന്ന് പറഞ്ഞാല് ഭർത്താവിന്റെ ജ്യേഷ്ഠനാണെന്ന് കിട്ടും. ദേവരൻ എന്ന് പറഞ്ഞാല് ഭർത്താവിന്റെ അനുജനാണ് എന്നും കിട്ടും. അപ്പോ സഹദേവനുമായിട്ട് 2 തരത്തിലുള്ള ബന്ധം വരുന്നുണ്ട്. ഭർത്താവാണ് എന്നുള്ള ഒരു ബന്ധം, ദേവരൻ ആണ് എന്നുള്ള ഒരു ബന്ധം. അപ്പോ യുധിഷ്ഠിരനുമായിട്ടും 2 ബന്ധം വരുന്നു. ഏറ്റവും ഇളയ ആയിട്ടുള്ള സഹദേവനുമായിട്ടും 2 ബന്ധമാണ് വരുന്നത്. പിന്നെ ബാക്കി 3 പേരല്ലേ ലക്ഷ്യം. ബാക്കി 3 പേരാണ് ഉള്ളത്. ഇതരേഷു ത്രിഷു. അപ്പോ ഇതരേഷു ത്രിഷു, ബാക്കി 3 പേരിൽ 3 പേരാരൊക്കെയാ വരിക? ഭീമൻ, അർജുനൻ, നകുലൻ. ആ ഭീമനായിട്ടുള്ള എന്തൊക്കെ ബന്ധം വരുന്നുണ്ട്? ഭീമൻ എന്ന് പറഞ്ഞാല് ഭർത്താവാണ്, ഭർത്താവിന്റെ അനുജനാണ്, ഭർത്താവിന്റെ ജ്യേഷ്ഠനുമാണ്. അപ്പൊ 3 വരുന്നുണ്ട്. കാരണം യുധിഷ്ഠിരൻ ഭർത്താവാണല്ലോ. അപ്പൊ യുധിഷ്ഠിരന്റെ അനുജൻ, പാഞ്ചാലിയുടെ ഭർത്താവായ യുധിഷ്ഠിരന്റെ അനുജനാണ് ഭീമൻ. പാഞ്ചാലിയുടെ ഭർത്താവാണ് ഭീമൻ. പിന്നെ പാഞ്ചാലിയുടെ ഭർത്താവായ അർജുനന്റെ ജ്യേഷ്ഠനുമാണ് ഭീമൻ. അപ്പോ ഭീമൻ എന്ന് പറഞ്ഞാൽ പതിയാണ്, പ്രവരനാണ്, ദേവരനാണ്. അപ്പൊ 3 ബന്ധം ഭീമനുമായിട്ട് വന്നു. അതേപോലെ തന്നെയാണ് അർജുനനുമായിട്ടും വരിക. അർജുനൻ ഭർത്താവാണ്, ഭർത്താവിന്റെ അനുജനാണ്, ഭർത്താവിന്റെ ജ്യേഷ്ഠനുമാണ്. അപ്പം അർജുനനുമായിട്ടും 3 ബന്ധം വന്നു. പിന്നെ നകുലനുമായിട്ടും ഇതേപോലെ തന്നെ 3 ബന്ധം വരുന്നുണ്ട്. ഭർത്താവാണ്,
ഭർത്താവിന്റെ ജ്യേഷ്ഠനാണ്, ഭർത്താവിന്റെ അനുജനാണ്. അപ്പൊ ഈ 3 പേരിൽ അതാണ് ഇതരേഷു ത്രിഷു. മറ്റു 3 പേരിൽ പാഞ്ചാല്യാഹ ത്രിതയം ത്രിതയം, മുമ്മൂന്ന്, ഈ 3 വരും. പതി പ്രവര ദേവര ബന്ധം വരുന്നുണ്ട്. അതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. വളരെ നല്ല ഭാവന. ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അതൊരു കഴിവാണ്. ഈ ഹരിയേട്ട ഇത് മുഴുവൻ സപ്തമി അല്ലേ? മുഴുവൻ സപ്തമിയല്ല. പിന്നെ പതിപ്രവരതേ എന്നുള്ളത് സപ്തമിയാണ്. ജ്യേഷ്ഠേ എന്നുള്ളത് സപ്തമിയാണ്. അനുജേ എന്നുള്ളത് സപ്തമിയാണ്. ഇതരേഷു എന്നുള്ളത് സപ്തമിയാണ്. ത്രിഷു എന്നുള്ളതും സപ്തമിയാണ്. കൂടുതലും സപ്തമി തന്നെയാണ്. അല്ലാത്ത പദങ്ങൾ എന്ന് പറഞ്ഞാൽ പതിപ്രവര പതിപ്രവരതേ എന്നുള്ളത് സപ്തമി അല്ല കേട്ടോ. പതിപ്രവരതേ എന്ന് പറഞ്ഞാൽ സപ്തമി അല്ല. അത് പിന്നെ ദ്വിതീയ അല്ലെങ്കിൽ പ്രഥമ ദ്വിവചനമാണ്. പ്രവരത, പ്രവരതേ, പ്രവരത, അങ്ങനെ അത് ദ്വിവചനായിട്ടാ വരിക. ആകാരാന്തം സ്ത്രീലിംഗ പതി പ്രവരത. ദ്വിതീയ അല്ലെങ്കിൽ പ്രഥമ ദ്വിവചനമാണ് പ്രവരതേ എന്നുള്ളത്. ഇപ്പൊ പതിപ്രവരതേ എന്നുള്ളത് പിന്നെ ദ്വിവചനമാണ്. അപ്പൊ സപ്തമി വരുന്നത് ഇപ്പോ ജ്യേഷ്ഠേ, അനുജേ, ഇതരേഷു, ത്രിഷു, ഇത്രയാണ് സപ്തമിയായിട്ടുള്ള വരുന്നത്. പിന്നെ പതിപ്രവരതേ എന്നുള്ളത് പിന്നെ പതി ബന്ധവും പ്രവരതാ ബന്ധവും, അപ്പൊ 2 വന്നു എന്നുള്ള അർത്ഥത്തിലാണ്. പതി ദേവരത, പതിദേവരത എന്നുള്ളത് ആകാരാന്ത സ്ത്രീലിംഗം അനുജേ. അപ്പോ ജ്യേഷ്ഠേ പതിപ്രവരതേ ബന്ധ, അനുജേ പതിദേവരതാ ബന്ധ, ഇതരേഷു ത്രിഷു ത്രിതയം ത്രിതയം. ഇതില് ക്രിയാപദം ഉള്ളത് അസ്ഥി എന്നുള്ളത് നമ്മള് അനുമാനിക്കുക. നമ്മൾ എടുത്തോളണം. അതിന്റെ അതില്ല, പറഞ്ഞിട്ടില്ല. ക്രിയാപദം എഴുതിയിട്ടില്ല. അതിൽ പാഞ്ചാല്യ എന്നുള്ളത് ഷഷ്ഠിയായി. അതെ പാഞ്ചാല്യ. ത്രിഷു ത്രിഷു തന്നെ ഉള്ളൂ. ഏതാ? ഈ ത്രിഷു തന്നെ ഉള്ളൂന്ന് ഇതില് വരിക. സപ്തമിയില് ത്രിഷു തന്നെ ഉള്ളൂന്ന്. അല്ല, ജ്യേഷ്ഠയുണ്ട്, ഇതരേഷു ഉണ്ട്, ത്രിഷു ഉണ്ട്. അതെ, ഇതരേഷു ഉണ്ട്, ത്രിഷു ഉണ്ട്. അനുജേ എന്നുള്ളതും ഉണ്ട്. അനുജേ, ജ്യേഷ്ഠേ, ഇതരേഷു, ത്രിഷു. ഞാൻ മനസ്സിലാക്കുന്ന ഒരു അർത്ഥം ഇതാണ് അർത്ഥം. ഞാനിതിങ്ങനെ നോക്കിയിട്ട് അല്ല, ഒരു അർത്ഥം കണ്ടിട്ടൊന്നും അല്ല പറയുന്നത് കേട്ടോ. ഇങ്ങനെ ആവാൻ തന്നെയാണ് സാധ്യത. എന്തായാലും ഇത് തന്നെയാണ്. ഈ വിചാരസത്രത്തിലുള്ള ആരോ ആണ് അത് ചോദ്യത്തിലിട്ടതെന്ന് സംശയമുണ്ട് എനിക്ക് പേഴ്സണലായിട്ട്. അപ്പൊ അതിനുള്ളൊരു ഉത്തരം കൂടിയാണ് അത്. ഇതിലുള്ള ആളാണോ എനിക്ക് മെസ്സേജ് അയച്ചതെന്ന് പറയാൻ പറ്റുമോ? ഇതിലുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കാം. ഒന്ന് ഞാനാണ് അയച്ചത്. അതെ, സുരേന്ദ്രേട്ടൻ അയച്ചത് മനസ്സിലായി. പിന്നെ ശരൺദാസ് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നില്ല. അത് ഫിസിക്സ് PG എടുത്തിട്ട് ഒരു ലെക്ചറാണ്. അദ്ദേഹം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഈ പഴയ ക്ലാസ്സുകൾ കേൾക്കുക ചെയ്യുന്നത്. ശരൺദാസ്, ശരി. അത് തന്നെയാണ്. അപ്പോ ഇത് ആൾക്ക് കിട്ടിക്കോളുമല്ലോ അല്ലേ? ഇന്ന് റെക്കോർഡ് ചെയ്തുകൊണ്ട് കിട്ടിക്കോളും. ആയിക്കോട്ടെ, ശരി. പിന്നെ വേറെന്തൊക്കെയാണ്? വേറെന്തെങ്കിലുമൊക്കെ നിർത്തിക്കോട്ടെ പ്രസന്റേഷൻ.
പ്രസന്റ് നിർത്താം. വേറെ പ്രഹേളിയൊന്നും വേണ്ടല്ലോ അല്ലെ? ഇന്നിനിപ്പം വേറെ പ്രഹേളിക വേണമെന്നില്ല. ആരെയും ഇതിപ്പോ ഒരു ഇതിന്റെ സമസ്യയുടെ ആയല്ലോ. ഇനി അടുത്ത ദിവസം ആരെങ്കിലും ഒരാൾ ഒരു പ്രഹേളികയോ ഒരു സമസ്യയോ കൊണ്ടുവരിക. ആരാണ് കൊണ്ടുവരുന്നത്? ആരെങ്കിലും ഒരാളെ ഏൽക്കുക. അപ്പോൾ എനിക്കും കുറച്ച് ഭാരം കുറയും. എനിക്കത് പറയല്ലേ വേണ്ടു. അങ്ങനെ ആയാലാണ് കൊണ്ടുവരാം. ആയിക്കോട്ടെ. സുരേന്ദ്രേട്ടൻ ഇപ്പൊ ഒന്ന് കൊണ്ടുവന്നു. ഇനി വേറെ ആരെങ്കിലും ഒരാളെന്ന് ധൈര്യം കാണിക്കുന്നോ? അല്ല, ധൈര്യത്തിന്റെ വിഷയമില്ല. ഇല്ല, കൊണ്ടുവരാൻ പറ്റും. ഇതിലൊക്കെ ഉണ്ട്, ഞങ്ങൾ പഠിച്ചതിലൊക്കെ ഉണ്ട്, പുസ്തകത്തിലുണ്ട്. ആയിക്കോട്ടെ. അപ്പൊ അടുത്തത് എന്നാല് ആരായിരുന്നു? ആയിക്കോട്ടെ. അപ്പൊ അടുത്ത് പ്രസന്റ് ചെയ്യാൻ സാധിക്കുമോ? ഇല്ലെങ്കിൽ ഒരു കാര്യക്ക് അയച്ചു കൊടുത്താലും മതി. സുരേന്ദ്രേട്ടനോ മുരളിയേട്ടനോ ആർക്കെങ്കിലും അയച്ചു കൊടുത്താലും മതി. പ്രസന്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ. പ്രസന്റ് ചെയ്യാൻ എനിക്ക് അത്ര ശരിയാവും മനസ്സില്ല. ഞാൻ ഇതിലിടാം, ഗ്രൂപ്പില് ഇട്ടാൽ. അങ്ങനെയാണെങ്കിൽ അത് ആരെങ്കിലും ഒന്ന് പ്രസന്റ് ചെയ്യുമല്ലോ അല്ലേ? അതെ, അത് ചെയ്യാം. ആയിക്കോട്ടെ. അപ്പൊ അത് എന്തായാലും അത് നമുക്ക് അന്നേരം നോക്കിയിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ എനിക്കും അതൊരു ഇതായിരിക്കുമല്ലോ. ഞാൻ നോക്കാത്തൊരു വിഷയം പെട്ടെന്ന് കണ്ടിട്ട് അർത്ഥം കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാനിങ്ങനെ തപ്പുന്നത് കാണുമ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെയൊക്കെ തപ്പിയാൽ കിട്ടും എന്നുള്ളത് മനസ്സിലാവുമല്ലോ. പുതിയൊരു ശ്ലോകം കാണുമ്പോൾ എനിക്കറിയാത്തതാകുമ്പോൾ ഞാൻ കുറച്ചൊന്നിങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാക്കുകളൊക്കെ ഇങ്ങനെ ആക്കിയൊക്കെ നോക്കുമല്ലോ. അപ്പൊ അത് കാണുമ്പോൾ മറ്റതെനിക്ക് അറിയുന്നത് എനിക്ക് അതിനനുസരിച്ച് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളൊരു തോന്നലുണ്ടാവും. അപ്പൊ അറിയാത്തതാകുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ശ്രമിച്ചാൽ ഉത്തരം കിട്ടും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാമല്ലോ. ഹരിയേട്ട, ഈ ത്രിതയം എന്നുള്ളത് എന്ത് പ്രയോഗം അത്? പിന്നെ ത്രിതയം എന്നുള്ളത് പിന്നെ സന്ത്രസമുച്ചയത്തിലുണ്ട്. അതേപോലത്തെ ത്രിതയം എന്നുള്ള പോലത്തെ മൂന്നെന്നല്ലേ അതിന്റെ അർത്ഥം? മൂന്നും എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഈ രണ്ടും എന്നുള്ളതിനെ എങ്ങനെയാ അത് പറയാ? രണ്ട് എന്നുള്ള ദ്വിതയം. ഓക്കെ. ദ്വിതയാൻ ദിശോഹിലാൻ വാ എന്നുള്ളൊരു ശ്ലോകമുണ്ട് തന്ത്രസമുച്ചയത്തിൽ. ത്രിതയം, അതിന്റെ ശരിയായ അർത്ഥം തന്നെ നോക്കട്ടെ. ഇതിലുള്ള അർത്ഥം തന്നെ ഒന്ന് നോക്കിയേക്കാം. ത്രിതയം എന്നുള്ളതിന്റെ എനിക്ക് ചെറിയൊരു എഴുതിയല് ത്രിദയം എന്നാണോ ത്രിതയം എന്നാണോ എന്നൊരു സംശയമുണ്ട്. അതെ, അത് താ വരണല്ലോ. താ വരണം എന്നാണ് എൻ്റെ ഒരു തോന്നൽ. പക്ഷെ ഇതിൻ്റെ അകത്ത് ത്രിദയം എന്നാണ് പ്രസന്റ് ചെയ്തതിൽ കണ്ടത്. എനിക്ക് അങ്ങനെ അല്ലാന്നൊരു തോന്നലുണ്ട്. നോക്കട്ടെ, അത് ഞാൻ നോക്കിയിട്ടില്ല. ത്രിതയം ആണോ വേണ്ട ത്രിദയമാണോ? അത് പ്രസന്റ് ചെയ്ത് കൂട്ടണ്ടായി, ഞാൻ ഓർമ്മയെന്ന് എഴുതിയതാണ്. അങ്ങനെയാണോ? അതെ, ഞാൻ ഓർമ്മയെന്ന് എഴുതിയതാ. കാരണം വലിയേട്ടൻ പറഞ്ഞു തന്നതാ, അത് കേട്ട ഓർമ്മയല്ല, എഴുതി തന്നിട്ടില്ല. അച്ചടിച്ചതൊന്നും കണ്ടതല്ല. അല്ല, വലിയേട്ടൻ പറഞ്ഞു തന്നത് ഓർമ്മയെന്ന് എഴുതിയതാ. അങ്ങനെ. ത്രിതയം നാട്ടോ, താ തന്നെയാണ്. ത്രിതയം ത്രിഷു. ത്രയം മൂന്ന് എന്നുള്ള അർത്ഥം, മൂന്ന് വിധം എന്നൊരർത്ഥമുണ്ട് ത്രിതയം എന്നുള്ളത്. മൂന്ന് വിധം എന്നൊക്കെയുള്ള അർത്ഥം. ത്രിതയം എന്നുള്ളത് ഉണ്ടോ നോക്കാലോ. ത്രിതയം ഏതായാലും ഉണ്ട്. ത്രിതയം ഉണ്ടോന്ന് നോക്കുകയും ചെയ്യാം. ഇല്ല, ത്രിതയം കാണുന്നില്ല.
ത്രിതയം തന്നെയാണ്. ത്രിതായം. അപ്പൊ അതിൽ വേറെയും തെറ്റ് കാണും. ആ, തെറ്റുണ്ടോ? ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇല്ല, വേറെ തെറ്റില്ല. എനിക്ക് അതേ തോന്നിയിട്ടുള്ളൂ. ദേവരതാനുജ എന്നുള്ളതിന് താ തന്നെയാണോ അവിടെ വരിക? അതെ, ദേവരത. ദേവരത അത് പിന്നെ ഇതല്ലേ, എന്താ ആ ഭാവം എന്നുള്ള അർത്ഥത്തില് അപാരം എന്നുള്ളതിന്റെ ഒരു ഭാവമാണ് അപാരത. മലയാളത്തിൽ പ്രയോഗിക്കുന്ന അപാരം ആയിട്ടുള്ള അവസ്ഥയാണ് അപാരത. അത് നമുക്ക് മലയാളത്തിൽ പറയാറുണ്ട്, അപാരത എന്നൊക്കെ. അവസ്ഥയാണ് കാണിക്കുന്നത് അല്ലേ? ആ അവസ്ഥ, അപാരം എന്നുള്ള അതിന്റെ അപാരം എന്നതിന്റെ ഭാവം അല്ലെങ്കിൽ അവസ്ഥ, അതാണ് അപാരത. അപ്പൊ ബുദ്ധി യുടെ ഭാവമാണ് ബുദ്ധിത്വം ആ എന്ന് പറയാറുണ്ട്. ബുദ്ധിത്വം. അതേപോലെ ത്വം താ എന്നൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അതിന്റെ ഭാവം എന്നുള്ള ഒരർത്ഥം കിട്ടും. സംസ്കൃതത്തിൽ അങ്ങനത്തെ പ്രയോഗങ്ങൾ കുറച്ച് കൂടുതലായിട്ടുണ്ട്. മലയാളത്തിൽ ധാരാളമായിട്ട് പ്രയോഗത്തിൽ ഇല്ലാന്നേ ഉള്ളൂ. ദീനത എന്ന് ഉണ്ട്, തീരെ ഇല്ല എന്നാണ്. ദീനത, ദൈന്യത എന്നൊക്കെ പറയാറുണ്ട്. അത് ദൈന്യത്തിന്റെ ഭാവമാണ് ദീനത. ദീനത്തിന്റെ ഭാവം ദീനത, ദൈന്യത്തിന്റെ ഭാവം ദൈന്യത എന്നൊക്കെ പറയാറുണ്ട്. ത എന്ന് വരുന്നത് കുറെ ഉണ്ട്. ത എന്ന് തന്നെയാണ് അത് അവിടെ വരിക. പിന്നെ എന്തൊക്കെയാ, ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ? കുറച്ചായില്ലേ സംസ്കൃത വാക്കുകൾ ഇങ്ങോട്ട് പറഞ്ഞിട്ട്. സംസ്കൃതം ആരെങ്കിലും പറയുന്നുണ്ടോ? ഇടയ്ക്കൊന്ന് അതും കൂടി വേണ്ടേ? 2-3 മിനിറ്റ് ഉണ്ട്. ഇന്ന് വിഷ്ണുപ്രിയ ഉണ്ടോ? നമസ്കാരം. വിഷ്ണുപ്രിയ ഇന്ന് കാര്യമില്ല. കാര്യമില്ല.